സുബ്ഹാനേ കരയാൻ എന്നിൽ തെല്ലും കണ്ണീരില്ലല്ലോ. സുജൂദായി നിൻ തിരുമുൻപിൽ ഹംദുകളോതുകയാണല്ലോ. പെരിയോനെ എൻ്റെ മുറാദിനാഴം അറിയാൻ നീയല്ലോ. ഫളിലോടെ നിന്റെ സലാമിൽ പൂമഴയിൽ ചേർക്കണമല്ലോ. അല്ലാ നിൻ കാവലിനായി ഈ കൈകൾ നീട്ടുകയായി, വല്ലായ്മകൾ തീർക്കാനായി വലിയോനെ ഞാൻ ദുആയായി. പരനെ എൻ കൽബിൻ താപം നീക്കല്ലാ. പരുമ്പൊരുളുകളെന്നും എന്നില്ലേറ്റല്ലാ. ആരാരും ഒരു തുണയില്ല, എന്നാശകളും നിറവേറ്റല്ലാ. കാലം നീങ്ങിപ്പോയല്ല, ഞാൻ കാലക്കേടിൽ വീണല്ല. എൻ്റെ കിനാവും നെഞ്ചിൻ നോവും എല്ലാം കാണും നീയല്ലാ. അന്തല്ലാ ഹാദി അന്തല്ലാ. അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ ചോറുണ്ടാക്കി, കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ പാട്ട് പാടിക്കൊണ്ട് ചെയ്യാൻ അപ്പോൾ നല്ല സന്തോഷമായിരിക്കും. പണി ചെയ്യുന്നതാണെങ്കിൽ അറിയൂല്ല, പെട്ടെന്ന് പണി കഴിയും. അധികം ആൾക്കാരും പെണ്ണുങ്ങന്മാർ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ, ഞാനങ്ങനെയാണ്. പിന്നെന്താണ് വിശേഷം? എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ? നാട്ടിൽ നല്ല മഴയാണല്ലോ അല്ലേ? ഇവിടെ ആണെങ്കിലോ കഠിന ചൂടാണ് കേട്ടോ. ഒരു വല്ലാത്ത ചൂടാണ് ഇപ്രാവശ്യം തോന്നുന്നത്. അയിലയാണ് കിട്ടിയത്. അയില കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. മുളകിട്ടതും പൊരിച്ചതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയതിന് ശേഷം ഒരു 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ. ഉലുവ വേണമായിരുന്നു, ഉലുവ കഴിഞ്ഞു പോയി. മത്തിക്കറി അയിലക്കറിയെല്ലാം വെക്കുമ്പോൾ ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്ത്, അതിന് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇടാറില്ല. കാരണം അങ്ങനെ ഞങ്ങൾ രണ്ടാളല്ല, ഒരു അത്യാവശ്യമൊക്കെ കൂടുതലും പിന്നെ ഒരു ചോറ് കൊണ്ടാന്ന് രണ്ടാളും കൂടി കഴിക്കും. അതാണ് കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടാത്തത്. ഇങ്ങനെ നന്നായിട്ടില്ലേ പിന്നെ വഴറ്റിയതിന് ശേഷം മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടിയൊക്കെ എണ്ണയിൽ വഴറ്റി കൊടുത്തിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കുക. നല്ല അടിപൊളി കറിയായിരിക്കും. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരുപാട് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം, എന്നാലേ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തു. അതിനൊന്ന് തിളക്കട്ടെ. പിന്നെ കുറച്ച് പാവക്ക ഉണ്ട്, വെണ്ടയ്ക്കയും ഉണ്ട്. അപ്പോൾ 2-3 ദിവസമായിരുന്നു പാവക്കയും വെണ്ടയ്ക്കയൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ അത് വാടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും ഒരുമിച്ചിട്ട് ഉപ്പേരിയാക്കാമെന്ന്. കുറച്ചൊക്കെ വാടിയതൊക്കെ എടുത്ത് കളഞ്ഞു, നല്ലതെടുത്തിട്ട് കട്ട് ചെയ്ത് കഴുകിയിട്ട് പിന്നെ അത് ഒരുമിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല രസമായിരിക്കും. കുറച്ച് അയില പൊരിച്ച് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് കൊടുത്തു. ഒരു ഉള്ളി, 2-3 ഉള്ളി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടത്, ഒരു കഷ്ണം ഇഞ്ചി. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തു. ഒരു 2 തക്കാളി.
ഇങ്ങനെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പാവയ്ക്കയും വെണ്ടയ്ക്ക ഒരുമിച്ചിട്ട് ഉപ്പേരിയാക്കിയാൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം ഇത്തിരി മഞ്ഞൾ പൊടി, ഇനി പാവയ്ക്ക ഇട്ടിട്ട് പാകത്തിന് ഉപ്പും ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാവയ്ക്ക വേഗം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടിച്ച് കൊടുക്കും. ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയിട്ട് ചെറിയ തീ വെച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇഷ്ടമൊക്കെ ചോറൊന്ന് വന്ന് പപ്പടം പൊരിച്ച് ഉപ്പേരി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റുള്ള ഉപ്പേരി കേട്ടോ. ഇങ്ങനെ ആക്കാത്ത ആൾക്കാരെൻ്റെ ഉണ്ടാക്കിക്കോളൂ. അങ്ങനെ ഞങ്ങൾ ചോറ് തിന്നാൻ പോകുന്ന ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. താങ്ക് യു.